പല രീതിയിലും കുഞ്ഞുങ്ങളെ മാൽന്യൂട്രീഷൻ അഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം, അവരുടെ മെൻ്റൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് വീനിങ്ങിലോട്ട് പോകുമ്പോൾ മധുരമോ ഉപ്പോ ഒന്നും നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് കുഞ്ഞിന് വേണ്ട. ആ ഒരു കുഞ്ഞ് അതിൻ്റെ പ്രായത്തിന് അനുസരിതമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അതെന്താണെന്ന് റൂൾ ഔട്ട് ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ കയ്യിൽ നിന്നും ആദ്യം ഉണ്ടാകേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ശുഭശ്രീ പ്രശാന്ത് മാം ആണ്. വെൽക്കം മാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ഇൻ ചൈൽഡ്സ് ആണ്. എന്താണ് മാം ഈ മാൽന്യൂട്രീഷനെ കുറിച്ച് ഒന്ന് പറയാമോ? മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞ് താങ്കൾ ഉദ്ദേശിച്ചത് പോഷകാഹാരക്കുറവിനെ കുറിച്ചിട്ടല്ലേ? അതെ. അപ്പോൾ പോഷകാഹാരക്കുറവ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് അറിയാമെന്നുള്ള കാര്യം പൊതുവെ അണ്ടർ ന്യൂട്രീഷനെ കുറിച്ചാണ് അല്ലേ? അതായത് നല്ല രീതിയിൽ പോഷകാഹാരം കുറവുള്ള കുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പോഷകാഹാര കുറവിലേക്ക് പോകുമ്പോൾ അണ്ടർ ന്യൂട്രീഷൻ മാത്രമല്ല, ഓവർ ന്യൂട്രീഷനുമുണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഡെഫിഷ്യൻസി ന്യൂട്രീഷനുമുണ്ട്. അതായത് ചില പോഷകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പോഷകാഹാര കുറവെന്ന് പറയും. അതാണ് നമ്മൾ അയൺ ഡെഫിഷ്യൻസി, അനീമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ട്, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിഷ്യൻസീസ് വരാറുണ്ട്. എങ്ങനെ നമ്മൾ പോഷകാഹാര കുറവ് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് വെയിറ്റ് കുറയുമ്പോൾ അല്ലേ, അതിനാവശ്യമായ വെയിറ്റ് ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പല പല കാര്യങ്ങളായിട്ട് അനലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫിസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കുട്ടിയാണെങ്കിൽ നമ്മളതിൻ്റെ ഫുഡ് ഇൻടേക്കിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ അത്യാവശ്യം വേണ്ട പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല. ആവശ്യം വേണ്ട പോഷകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, മറ്റ് മിനറൽസ്, വൈറ്റമിൻസ് ഇതൊന്നും കൃത്യമായ തോതിൽ കിട്ടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? പോഷകാഹാരക്കുറവ് സംഭവിക്കുന്നു. ഇനി ഇതെല്ലാം തന്നെ അധികമായാൽ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷൻ ആയിട്ട് പോകുന്നു. അപ്പം നമ്മൾ പോഷകാഹാരക്കുറവിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് നോക്കി പോകേണ്ടതായിട്ട് വരും. പിന്നെ ഈ മാൽന്യൂട്രീഷൻ കാരണം ഈ കുട്ടികളുടെ ബോഡിക്ക് അതെങ്ങനെയാണ് മാം അഫക്റ്റ് ചെയ്യുന്നത്? പല രീതിയിലും കുഞ്ഞുങ്ങളെ മാൽന്യൂട്രീഷൻ അഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം, അവരുടെ മെൻ്റൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായിട്ടും വെറും മാൽന്യൂട്രീഷനാണ്, നോർമൽ മാൽന്യൂട്രിഷ്ഡ് ആണ് കുട്ടികളെങ്കിൽ അത്യാവശ്യം വേണ്ട കാർബോഹൈഡ്രേറ്റും അത്യാവശ്യം വേണ്ട പ്രോട്ടീനും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അവരുടെ ഒരു ഏജ് അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകാറില്ല. പിന്നെ ചിലപ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിനിങ് വളരെ പതുക്കെ ആയിരിക്കും, സ്ലോലി ഗെയിനിങ് ആയിരിക്കും. നമ്മൾ നോർമലി വിചാരിക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവാറില്ല. അവരുടെ എപ്പോഴും വെയിറ്റ് എന്ന് പറയുന്നത് തേർഡ് സെൻറ്റയിൽ താഴെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു കണ്ടീഷൻ മാൽനറിഷ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി മാൽനറിഷ്ഡ് ആകാനായിട്ട് മറ്റ് കാരണങ്ങളുണ്ട്. ഇപ്പം പോഷക ആഹാരത്തിൻ്റെ കുറവ് മാത്രമല്ലാതെ തന്നെ അവർക്ക് ഫിസിക്കലായിട്ട് മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ മാൽനറിഷ്ഡ് ആകാം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ടുള്ള എന്തൊക്കെ മെച്ചമാണ് മാം ഉള്ളത്? ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളിപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ മാത്രം നൽകുക എന്നുള്ളതാണ്. മുലപ്പാലിന് തുല്യം മറ്റൊന്നില്ല എന്നാണ് പറയുന്നത്. ആ കുഞ്ഞുങ്ങിന് വേണ്ട എല്ലാവിധ പോഷകങ്ങളും അമ്മയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ അമ്മയുടെ ആഹാരവും നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം കെയർഫുള്ളായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു കൺസീവ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുമോ ആ ഒരു കെയറിങ് ആഫ്റ്റർ ഡെലിവറി, എസ്പെഷ്യലി നമ്മുടെ ആ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിലും അത് കഴിഞ്ഞ് 2 വയസ്സ് വരെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തും അമ്മയുടെ, അതായത് ലാക്ടേറ്റിംഗ് മദേഴ്സിൻ്റെ ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടോ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ അടങ്ങുന്നുണ്ടോ, അത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. അതായത് സമീകൃതമായ ആഹാരം അമ്മയ്ക്ക് കിട്ടുന്നുണ്ടോ, അമ്മയ്ക്ക് അയൺ ഡെഫിഷ്യൻസി ഇല്ലാതെ ഉള്ള ഭക്ഷണങ്ങൾ പോകുന്നുണ്ടോ. അപ്പോൾ അമ്മയുടെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മദേഴ്സിൻ്റെ ഹെൽത്താണ്.
അമ്മയുടെ ആരോഗ്യം അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് പാല് കുടിക്കുന്ന കുഞ്ഞിന്. അപ്പോൾ 6 മാസത്തെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിനും എല്ലാം കുഞ്ഞിന് നോർമലി തന്നെ വരും. 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീനിങ് എന്ന് പറയുന്ന വീനിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ വീനിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല ബ്രസ്റ്റ് ഫെഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീനിങ് കൊടുക്കാനായിട്ട്. ബ്രസ്റ്റ് ഫെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീനിങ് കൂടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. താങ്കളൊരു അമ്മയാണല്ലോ, താങ്കൾ കുഞ്ഞിന് കുറുക്കുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കുറുക്ക് കട്ടിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അപ്പം പിന്നെ മധുരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? താങ്കളുടെ നാവിന്റെ അത്രയും മധുരം കുറുക്കിന് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യണം. അപ്പൊ ആരെ ടേസ്റ്റാ കുഞ്ഞിന് കൊടുക്കുന്നത്? നമ്മുടെ ടേസ്റ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ അല്ലെങ്കിൽ സോൾട്ടഡ് ആണെങ്കിൽ സോൾട്ട്, ഇതൊക്കെ നമ്മളെ ടേസ്റ്റിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ മോൾഡിങ് ദ ചൈൽഡ് ടു അവർ ടേസ്റ്റ് ബഡ്സ്. നമ്മളെ ടേസ്റ്റ് ബഡ്സിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് വീനിങ്ങിലോട്ട് പോകുമ്പോൾ മധുരമോ ഉപ്പോ ഒന്നും നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് കുഞ്ഞിന് വേണ്ട. പിന്നെ ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സൈൻസ് സിംറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? അതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? മാൽന്യൂട്രീഷൻ നമ്മൾ സിവിയർലി കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്കാണ് കോഷിയോക്കർ മരാസ്മസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. സാം മാം കാറ്റഗറീസ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. ആ ഒരു കാറ്റഗറി വരുമ്പോഴത്തേക്കും കുട്ടികളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അവരുടെ ഹെയറിൻ്റെ ഡിസ്കളറേഷൻ ഉണ്ടാവും, സ്കിന്നിന് ഡിഫറൻസ് ഉണ്ടാവും, അങ്ങനെ ഒത്തിരി പ്രശ്നം ഒത്തിരി സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. അപ്പം ആ കണ്ടീഷനിലേക്കൊന്നും പോകാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നമുക്ക് നോർമലി തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാന്നുള്ളത്. ഇപ്പോഴും വളരെയധികം കുറവാണ് സാം മാം കാറ്റഗറീസ് ഒക്കെ. പിന്നെ മാം ഈ ഒരു മാൽന്യൂട്രീഷൻ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും അവരുടെ ഇമ്മ്യൂണിറ്റി അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൂടാതെ തന്നെ കൂടുതലും ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ വരുമല്ലോ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മാൽന്യൂട്രീഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ? നോർമലി മാൽനറിഷ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി അടിക്കടി പനി വരാം, അതായത് വെയിറ്റ് കുറയുമ്പോൾ തന്നെ അടിക്കടി പനി വരാം, അങ്ങനെയൊക്കെ വരാം. 6 മാസം ആകുന്ന കുഞ്ഞിന് ചിലപ്പോൾ 4 മാസത്തെ വെയിറ്റേ ഉണ്ടാവുള്ളൂ, 1 വയസ്സാകുന്ന കുഞ്ഞിന് ചിലപ്പോൾ 6 മാസത്തെ വെയിറ്റേ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെക്കുറിച്ച് അൺഅവെയർ ആണെന്നുള്ളതാണ്. അപ്പം ആ ഒരു കുഞ്ഞ് അതിൻ്റെ പ്രായത്തിന് അനുസരിതമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി അതെന്താണെന്ന് റൂൾ ഔട്ട് ചെയ്ത് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ കയ്യിൽ നിന്നും ആദ്യം ഉണ്ടാകേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി വെയിറ്റ് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുമ്പോൾ അവരുടെ മറ്റ് ഡെവലപ്മെൻറ്റ്സിനെ എല്ലാം വേണമെങ്കിൽ അത് ബാധിക്കാം. പിന്നെ മാം ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് ഓവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ മാത്രമാണ് ഈ ഒരു മാൽന്യൂട്രീഷനിൽ വരുന്നത് എന്നാണ്. പക്ഷേ ഈ ഓവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഓവർ വെയിറ്റും ഈ ഒരു മാൽന്യൂട്രീഷനിൽ വരുന്നതല്ലേ? അണ്ടർ ന്യൂട്രീഷനെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓവർ ന്യൂട്രീഷൻ. നമ്മളെ കുട്ടികൾ നല്ല ചബ്ബിയായിട്ടിരിക്കാനാണ് എല്ലാ പാരൻസിനും ഇഷ്ടമല്ല, നല്ല വണ്ണം വെച്ച് നല്ല തുടുന്ന അമൂൽ ബേബീസിനെ പോലെയൊക്കെ ഇരിക്കുക എന്നുള്ളത്. അത് ശരിക്കും അവരുടെ ആരോഗ്യത്തെ റിവേഴ്സ്ലി ബാധിക്കും എന്നുള്ള മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ മാം ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാം ഒരു കുട്ടിയുടെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഒരു ഫുഡ് വഴി നമുക്ക് എങ്ങനെ? നമുക്ക് നോർമലി തന്നെ നമുക്കറിയാം റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ്. താങ്കൾ തന്നെ പറഞ്ഞു, റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ്, നല്ല രീതിയിലുള്ള പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. ജങ്ക് ഫുഡ്സ് പോലുള്ളവ അവോയ്ഡ് ചെയ്യുക. പാരൻസിനോടും ഗ്രാൻഡ് പാരൻസിനോടും പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് കൊച്ചുമക്കളെ കൂടുതൽ ലാളിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പോൾ അവർ ചോദിക്കുന്ന എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഗ്രാൻഡ് പാരൻസിനൊരു ഹോബിയാണ്. സോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവന് ഹെൽത്തി അല്ലാത്ത ഒരു കാര്യവും കൊടുക്കാതിരിക്കുക. ഇത് മാത്രം പോരാ, നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ മൊബൈൽ, ലാപ്ടോപ്പ്, TV ഇതിൻ്റെയൊക്കെ മുമ്പിലാണ്. ഫിസിക്കൽ എക്സസൈസ് കുട്ടികൾക്കില്ല. അപ്പം അതും എന്താണ് ഓവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒബീസ് ആവാനും ഒക്കെ കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, കുറച്ചൊന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഇരുന്ന മാൽന്യൂട്രീഷനെ പറ്റിയും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അതുവഴി വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാത്തിനെയും കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി മാം.